ഇന്ന് ലോകമെമ്പാടും യുദ്ധത്തെക്കുറിച്ചും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുമുള്ള വാർത്തകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോടുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ യുദ്ധത്തിന്റെ നടുവിൽ ഉയർന്നു വന്ന കുഞ്ഞു സക്രാരികളെ കുറിച്ചാണ്. അത് 10 അല്ല, 100 അല്ല, 450ഓളം വരും. കാര്യം മനസ്സിലായോ? മധ്യപൂർവ്വ ഏഷ്യയിൽ വിവിധ സംഘർഷങ്ങൾക്കിടയിൽ ഇറാഖിലെ ഖരാഘോഷിൽ 100 കണക്കിന് കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടന്നു. കഴിഞ്ഞ ഒരു മാസമായി പട്ടണത്തിലെ വിവിധ പള്ളികളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 450 കുഞ്ഞുങ്ങളാണ് ആദ്യമായി ഈശോയെ സ്വീകരിച്ചത്. ആർച്ച് ബിഷപ്പ് ബെനഡിക്ടസ് ഹാനോ തിരുക്കർമ്മങ്ങളിൽ കാർമ്മികനായി. നിർബന്ധിത നാടുകടത്തൽ മൂലം അനുഭവിച്ച നിരവധിയായ കഷ്ടപ്പാടുകൾക്കിടയിലും പൂർവിക മാതൃരാജ്യത്തേക്ക് മടങ്ങാനുള്ള ക്രൈസ്തവരുടെ ദൃഢനിശ്ചയത്തെയും ഉറച്ച വിശ്വാസത്തെയും ആർച്ച് ബിഷപ്പ് പ്രശംസിക്കുകയുണ്ടായി. നോക്കണേ, അവരുടെ വിശ്വാസത്തെ പ്രതി നാട് കടത്തപ്പെട്ടവർ ഏത് നിമിഷവും മരണം തൊട്ടു മുന്നിൽ കാണാം. പ്രിയപ്പെട്ടവരുടെ വേർപാട് പലതും സംഭവിച്ചിരിക്കാം. എന്നിട്ടും ആ ഭയപ്പാടിന്റെ ഇടയിൽ നഷ്ടങ്ങളുടെ നടുവിൽ ദിവ്യകാരുണ്യം സ്വപ്നം കണ്ടു വളർന്ന കുഞ്ഞുങ്ങൾ, നഷ്ടങ്ങളുടെ നടുവിലും ദിവ്യകാരുണ്യനാഥനെ സ്വപ്നം കാണാൻ അവരെ ഒരുക്കിയ അവരുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ. ആർച്ച് ബിഷപ്പ് ഹാനോ ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ അവരോട് പങ്കുവെച്ച കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്.